എന്റെ കുടുംബജീവിതത്തിൽ ഇടപെടേണ്ട എന്ന് അമ്മായിയമ്മയോടും നാത്തൂനോടും പറഞ്ഞതിൽ ഞാൻ തെറ്റുകാരിയോ? എന്റെയും ഭർത്താവ് അരുണിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അരുൺ അച്ഛന്റെ കൂടെ അവരുടെ കുടുംബ ബിസിനസ്സിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. 3 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. എന്റെ ഭർത്താവിന്റെ അമ്മ പഴയകാല നിലപാടുകൾ ഉള്ള ആളാണ്. ഞങ്ങൾ വിവാഹിതരായപ്പോൾ തന്നെ വേറെ ഒരു വീടെടുത്തു മാറിയതിന് വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ച ജോലിത്തിരക്ക് ഉള്ളത് കാരണം ഞങ്ങൾക്ക് 3 രാത്രി ഭർത്താവിന്റെ കുടുംബവീട്ടിൽ നിൽക്കേണ്ടതായി വന്നു. എന്റെ അമ്മായിയമ്മ ഞങ്ങൾക്കായി 2 മുറികൾ ഒരുക്കി നൽകി, ഒന്ന് അരുണിനും മറ്റേ മുറി എനിക്കും കുഞ്ഞിനും. അരുൺ ചോദിച്ചു, എന്തിനാണിത്? അമ്മായിയമ്മ, നാളെ രാവിലെ നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ? കുഞ്ഞു നിന്റെ ഉറക്കം കെടുത്തും. എന്നാൽ ഞങ്ങൾ എന്നും ഒരുമിച്ചാണ് കിടക്കാറുള്ളത് എന്ന് പറഞ്ഞ് അരുൺ അത് വിസമ്മതിച്ചു. വൈകുന്നേരം ഞാനും അരുണും കുഞ്ഞിനെ കുളിപ്പിക്കാനായി പോകുമ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, ഇത് ശരിയല്ല, പെൺകുഞ്ഞിനെ അച്ഛൻ കുളിപ്പിക്കരുത്. അത്താഴസമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാനായി ഞാൻ കുഞ്ഞിനെ അല്പസമയത്തേക്ക് അരുണിനെ ഏൽപ്പിച്ചു. അരുണിന്റെ സഹോദരിയുടെ ഭർത്താവ് അരുണിനെ പ്രശംസിച്ചു. എന്നാൽ അരുണിന്റെ സഹോദരി പുച്ഛിച്ചു, ഇതൊക്കെ സാധാരണയായി അമ്മമാർ ചെയ്യുന്നതാണ്. സഹോദരിക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം ഞാനും ഭർത്താവും അവരെപ്പോലെ കുടുംബവീട്ടിൽ താമസിക്കുന്നില്ല. രാത്രിയിൽ കുഞ്ഞു കരഞ്ഞു. ഞാൻ പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ അവളെ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് അരുൺ കുഞ്ഞിനെ എടുത്തു നടന്നു. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ അമ്മായിയമ്മയും നാത്തൂനും എന്റെ മുറിയിലേക്ക് പാഞ്ഞു കയറി, എഴുന്നേൽക്കൂ, കുഞ്ഞു കരയുകയാണ്. ഞാൻ പറഞ്ഞു, അരുൺ കുഞ്ഞിന്റെ കൂടെയുണ്ട്. അവർ ദേഷ്യപ്പെട്ടു, നീയല്ലേ അമ്മ? അരുണിന് നാളെ ജോലിക്ക് പോകേണ്ടതാണ്. എന്നാൽ അപ്പോഴേക്കും അരുൺ കുഞ്ഞിനെയും ഉറക്കി മുറിയിലേക്ക് തിരിച്ചുവന്നിരുന്നു. അരുൺ അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. രാവിലെ 7 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. ഞാനും ഭർത്താവും പേടിച്ച് വീട് മുഴുവൻ അന്വേഷിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അമ്മായിയമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തെ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി. അമ്മായിയമ്മ ഭാവഭേദമില്ലാതെ പറഞ്ഞു, നിനക്ക് ഉറക്കമല്ലേ വലുത്? ഞങ്ങളിൽ ഒരാളെയെങ്കിലും ഉണർത്താമായിരുന്നില്ലേ എന്ന് അരുൺ അവരോട് ചോദിച്ചു. പ്രഭാത ഭക്ഷണത്തിനായിരുന്നപ്പോൾ എന്റെ ഭർത്താവാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അമ്മായിയമ്മയും നാത്തൂനും എന്നെ പരിഹസിക്കാൻ ആരംഭിച്ചു. ഞാൻ പൊട്ടിത്തെറിച്ചു, കുഞ്ഞ് എന്റേത് മാത്രമല്ല. കുഞ്ഞിന് അച്ഛനുമുണ്ട്. കുഞ്ഞിനെ വളർത്തേണ്ടത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ്. ആവശ്യമെങ്കിൽ കുറച്ചു ഉറക്കം നഷ്ടപ്പെട്ടാലും അരുൺ കുഞ്ഞിനെ കുളിപ്പിക്കുകയും ഉറക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നതിൽ അരുണിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വിവാഹിതരുടെ മുറിയിലേക്ക് അനുവാദമില്ലാതെ കയറിവന്നത് തന്നെ തെറ്റ്. ഞാൻ നാത്തൂന്റെ നേരെ തിരിഞ്ഞു, ഇതിലും നന്നായി കുഞ്ഞിനെ വളർത്താൻ നിനക്ക് അറിയാമെങ്കിൽ സ്വന്തമായി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി അതൊക്കെ ചെയ്തു കൊള്ളുക. എന്റെ കാര്യത്തിൽ തലയിടേണ്ട. ഞാൻ ദേഷ്യപ്പെട്ട് തിരിച്ചു മുറിയിലേക്ക് നടന്നു. അരുൺ എന്നോട് ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അരുൺ ഞങ്ങളെ അപ്പോൾ തന്നെ തിരിച്ചു വീട്ടിലെത്തിക്കുകയും ജോലി സ്ഥലത്തെ മീറ്റിംഗിനു പോയി തിരിച്ചുവരികയും ചെയ്തു. എന്നെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് അമ്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട് അരുൺ എന്നോട് മാപ്പ് ചോദിച്ചു. ഈ സംഭവത്തിന് ശേഷം അമ്മായിയമ്മയും നാത്തൂനും ചില ബന്ധുക്കളും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും ഞാൻ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എനിക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു.